2024 ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്തണം. അതിനായി എല്ലാവരുടെയും ഹൃദയപൂർവകമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഏതെങ്കിലും കാരണത്താൽ ഈ തീരുമാനം പൂർണ്ണമായി ജൂലൈ 3 മുതൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സിനഡാനന്തര അറിയിപ്പിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിച്ചു തുടങ്ങേണ്ടതാണ്. അതുപോലും ചെയ്യാത്ത വൈദികർക്കെതിരെ സഭാ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കുമെന്ന കാര്യം കൂടെ അറിയിക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പണത്തിന് എല്ലാവരും ബേമ ഉപയോഗിക്കണം. സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ അനുസരിക്കാൻ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ, പൗരോഹിത്യ സ്വീകരണ വേളയിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞു മാർപ്പാപ്പിയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും രൂപതാ മെത്രാനെയും അനുസരിച്ചു കൊള്ളാമെന്ന്. അനുസരിക്കേണ്ട സമയമാണിത്. പ്രിയപ്പെട്ട സമർപ്പിതരെ, അനുസരണ വ്രതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ സാക്ഷ്യം നൽകേണ്ട സമയമാണിത്. പ്രിയാത്മായ സഹോദരങ്ങളെ, സഭാമാതാവിൻ്റെ നല്ല മക്കളായി വ്യാപരിച്ചുകൊണ്ട് സഭാഗാത്രത്തെ സംരക്ഷിക്കേണ്ട സമയമാണിത്. 2000 വർഷത്തിൻ്റെ ഇടമുറിയാത്ത കത്തോലിക്ക വിശ്വാസ പാരമ്പര്യം സ്വന്തമായിട്ടുള്ളവരാണ് നാം. ഒരാൾ പോലും ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകാൻ ഇടയാകരുതേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. കുർബാന അർപ്പണത്തിൻ്റെ കാര്യത്തിൽ സഭയെ അനുസരിക്കാതെ പുറത്തു പോയാലും മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി തുടരാമെന്ന വ്യാജ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഇത്തരം പ്രചരണത്തിൽ വിശ്വസിച്ച് അനുസരണക്കേടിൽ തുടരാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണം. പ്രിയപ്പെട്ട അതിരൂപതാംഗങ്ങളെ, പിതൃസഹജമായ വാത്സല്യത്തോടും കരുതലോടും ഉത്കണ്ഠയോടും കൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അനുസരണം വഴിയായി സഭാ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരും നിലനിൽക്കണം. ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ അതിരൂപത ഈശോയുടെ തിരുഹൃദയത്തോട് എന്നും ചേർന്ന് നിൽക്കാൻ അവിടുത്തെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം.